ആ ഷട്ടിലൊന്നും എടുത്തേ. എടാ ഓരോ പ്രാവശ്യം നിന്നോട് പറയണോ ആ ഷട്ടിലെടുക്കാൻ? എടാ നിന്നോടാ പറഞ്ഞ ആ ഷട്ടിലെടുക്കാൻ. നിനക്ക് ശമ്പളം തരുന്ന ഞാൻ പറയുന്ന ജോലി ചെയ്യാനാണ്. എനിക്ക് ശമ്പളം തരുന്നത് കാർ ഓടിക്കാനാ, അല്ലാതെ കൊച്ചമ്മമാർ കളിപ്പന്ത് പറക്കലല്ല എന്റെ ജോലി. അന്തസ്സ ജോലിയാണ് ശമ്പളം വാങ്ങുന്നത്. നിന്നെ ഞാൻ തിരിച്ചടിക്കാത്തത് നീ എന്റെ മുതലാളിയുടെ സഹോദരിയാണെന്ന പേടിയുണ്ടല്ല, നീ ഒരു പെണ്ണായതുകൊണ്ടാണ്. നിന്നെ ഞാൻ തിരിച്ചടിക്കാത്തത് നീ എന്റെ മുതലാളിയുടെ സഹോദരിയാണെന്ന പേടിയുണ്ടല്ല, നീ ഒരു പെണ്ണായതുകൊണ്ടാണ്. Baby, I'm really sorry. ഗുഡ് മോർണിംഗ്. Good morning. ഇതാണ് നേരത്തെ ഉറങ്ങണമെന്ന് പറയുന്നത്. അതെങ്ങനെ പാതിരാത്രി വരെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഹോസ്റ്റലിൽ വെച്ച് കിട്ടിയ ഹാബിറ്റ് ആണ് ചേട്ടാ. ആ ഇന്ന് ഇത്രയൊക്കെ മതി. എഴുന്നേറ്റ് പോയി കുളിക്കാൻ പോത്തെ. ആ ഏതൊരു രാമേശ്വരി അയ്യർ നിന്നെ വിളിച്ചിരുന്നു. രമയോ? ആ രാമനോ സീതയോ ആരാന്ന് എനിക്കറിഞ്ഞൂടാ. കൊച്ചുവെളുപ്പാൻ കാലത്ത് രാമേശ്വരി അയ്യരുടെ ടെലിഫോൺ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അവർ സിറ്റിയിൽ ലൂസിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. രമി എന്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയാണ്. അതിലിപ്പോ ഞാനെന്ത് വേണം? അവളും ഫാമിലിയും കൂടെ ഗുരുവായൂരമ്പലത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ നമ്പർ വല്ലതും പറഞ്ഞു ചേട്ടാ? നമ്പറൊന്നും പറഞ്ഞില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണുമല്ലോ ചേട്ടാ. ചേട്ടൻ വരുന്നു, നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവാം. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിന്റെ ഫ്രണ്ടിനെ കൂട്ടി അമ്പലം തോറും കയറിയാണെങ്കിൽ എന്റെ ജോലി. ചേട്ടാ എന്ത് ചേട്ടാ? നീ ഒരു കാര്യം ചെയ്യാം, ഫ്രീയെ കൂട്ടി പോ. അവർക്ക് ജോലിയൊന്നും ഇല്ലായിരിക്കല്ലേ? താങ്ക് യു ചേട്ടാ. ഞാൻ പോയി കുളിക്കട്ടെ. It's all right. അല്ല എവിടേക്കാ പോണ്ടേന്നറിയാമോ? അറിയില്ല. എന്നാ പിന്നെ ചോദിക്കണ്ടേ? പ്രിയയുടെ വീട്ടിൽ പോണം. പ്രിയയുടെ വീട്? പ്രിയയുടെ വീട് നിനക്ക് ഐ എം സോറി ബേബിക്ക് അറിയില്ലേ? നിനക്ക് അങ്ങനെ വിളിക്കുന്നല്ലേ ഇഷ്ടം, വിളിച്ചോളൂ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ വിളിച്ചുള്ള ഒരു ശീലമാണ്.
പിന്നെ കോളേജിൽ തെരപ്പും ബോയ്സിനെല്ലാം എടാ പോടാനെ വിളിക്കൂ. കൂട്ടുകാരുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞില്ല. പറഞ്ഞുതരാം, പൊയ്ക്കോളൂ. ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയില്ല. മരുന്നിനും മറ്റുമായി ഒരു 500 രൂപ വേണ്ടിയിരുന്നു. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഈശ്വര, ഓരോ പരീക്ഷണങ്ങളെ. കേശവ, രൂപ ഇവിടെ ഇരിപ്പില്ലായിട്ടല്ല, രൂപ ഇവിടെ ഉണ്ട്. പക്ഷെ തന്നെ ദൈവം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തനിക്ക് രൂപ തന്ന് സഹായിച്ച ദൈവം എന്നെ ശിക്ഷിക്കും. വെറുതെ ഞാൻ എന്തിനാ ദൈവത്തിന് ഇടവരുത്തുന്നത്? അതുകൊണ്ട് കേശവൻ പോ. ചേട്ടാ, കേശവൻ പേടിക്കണ്ട, ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കുള്ളൂ. കേശവൻ പോയിക്കോ കേട്ടാ. ഇലനക്കി പട്ടിയുടെ കിരിനക്കാമെന്നു പറഞ്ഞ പോലെ വേറെ എങ്ങും അവന് കടം ചോദിക്കാൻ കണ്ടില്ല. 32% പലിശ കിട്ടുമ്പോഴാ ഓരോരുത്തനെ കടം ചോദിക്കാൻ വരുന്നത്. ഓവേ അങ്കിൾ, പ്രിയ എവിടെ? അവള് നാളെ കൂടെ ജവളി മേടിക്കാൻ പോയിരിക്കാ, എന്നെ മുടിപ്പിക്കാൻ. അയ്യോ, എന്താ മോളെ? അല്ല, പ്രിയം കുട്ടി കോട്ടയം വരെ പോകാന്ന് വിചാരിച്ചു വന്നതാ. എപ്പോ വരുമെന്നെല്ലാം പറഞ്ഞു. കൊണ്ടുപോയ കാശ് വേണം തീർത്തേ വരൂ, സന്ധ്യയാകും. എന്നാ ഞാൻ വരട്ടെ അങ്കിൾ. ആ പോ. നീ ഒരു കാര്യം ചെയ്, ഇന്ന് തന്നെ പോയിക്കോ. അഡ്വക്കേറ്റ് മാത്യു സെക്രട്ടറിയെ കണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നാളെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അത് ശരിയാണ്, അവിടുത്തെ പൊസിഷനും അറിയാമല്ലോ. ഞാൻ ബേബിയായിട്ട് പോവാം, ലോങ് ട്രിപ്പ് അല്ലേ. ബേബി വരാൻ വൈകും. അവൻ മീരയായിട്ട് കോട്ടയത്ത് അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുക. അയ്യോ, മണി 7 ചേട്ടൻ എത്തുന്നതിന് മുമ്പ് എത്തണം. നേരം ഒരുപാടായി. രാമേശ്വരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോണതറിയില്ല. വേഗം വിട്ടോ. ബേബി എന്താ ഒന്നും മിണ്ടാത്ത? എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയിട്ടില്ലല്ലേ? അയ്യോ, എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? വല്ലതും പറ്റിയോ? ഇല്ല. വല്ലതും പറ്റിയോ? ബേബി എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോടുള്ള പിണക്കം ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ആഹാ, നീ ഇവിടെ വന്നിരിക്കാണോ? ഞാനേ നാളെ രാവിലെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ബോംബെക്ക് പോകുന്നു. മിസ്റ്റർ ബാനർജി വിളിച്ചിരുന്നു. ബോംബെയിലെ അരുന്ധതി സ്പിന്നിംഗ് മിൽസ് ഡിസ്പോസ് ചെയ്യാൻ പോകണത്രേ. ചുടുവിലക്ക് കിട്ടുമെന്നാണ് ബാനർജി പറയുന്നത്. എന്തിനാട്ടാ ഈ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വലിച്ചു വെക്കുന്നത്? എപ്പോഴും എന്തെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. വെച്ചേ പോയിക്കാൻ തുടങ്ങിയോ? രാവിലെ ഇരുന്നേക്കാളാ. എനിക്ക് ഉറക്കം വരുന്നില്ല. നമുക്ക് എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കാം. വേണ്ട വേണ്ട, അവിടെ കിടന്നാൽ മതി. ചെല് ചെല്. മീര എവിടെ? കുഞ്ഞ് മേരയിലാ വരുന്നത്. ചേട്ടാ, നീ രാവിലെ എഴുന്നിട്ട് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ആ ബേബിയെ ഒന്ന് പ്രിയയുടെ വീട് വരെ അയക്കാൻ വേണ്ടി പറയാൻ പോയതാ. ചേട്ടനെന്താ ഇത്ര ദിവസം താമസിച്ചത്? ഞാൻ നിന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ ഞാൻ ബോംബെയിൽ നിന്ന് കൽക്കട്ടയ്ക്ക് പോകുന്നു. ഞാൻ ഇവിടെ നിന്ന് ബോറടിച്ചു. ആ പിന്നെ സുഭദ്രാന്റെ ഫോൺ ചെയ്തിരുന്നു. എന്താ വിശേഷം? ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡിന്റെ ഉദ്ഘാടനത്തിന് നമ്മളും കൂടി ചെല്ലണമെന്ന്.
ഞാൻ പേടിച്ചു പോയി. നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? വെറുതെ. അപ്പഴേ ഇന്നലെ നീ എവിടെയായിരുന്നു? ഞാൻ നിനക്ക് എത്ര പ്രാവശ്യം ഫോൺ ചെയ്യുമെന്നറിയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നീ എവിടെയോ കറങ്ങാൻ പോയിരിക്കാന്ന് എസ്തു പറഞ്ഞല്ലോ. ആരായിരുന്നു കമ്പനി? ഓ, ഇനിയിപ്പൊ നമ്മളൊന്നും വേണ്ടായിരിക്കും. പോടി, നിന്നെ വിളിച്ചാ നീ വരണ്ടേ? അത് കള മോളെ. എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു. നമുക്ക് എവിടെ നടക്കാൻ പോവാം. മീരേ, എസ്തപാൻ. യെസ്, എനി ഐറ്റംസ്? മീര എവിടെ പോയി? മീര പ്രിയ കുഞ്ഞിന്റെ വീട്ടിൽ പോയിരിക്കുക. വരാൻ രാത്രി ആകൂന്ന് പറയാൻ പറഞ്ഞു. എനി ഡ്രിങ്ക് ഐറ്റംസ്? നോ താങ്ക്സ്. താങ്ക് യു. I love you. I love you. Stop it! I love you. എസ്തപാൻ, എസ്തപാൻ. Yes, sir. എന്താ സർ? Get me a drink. സാർ ഡ്രിങ്ക്സ്? പറഞ്ഞത് കേട്ടാ മതി. Yes, sir. For it, man. എസ്തപാൻ, ആ ബേബിയോട് വേഗം റെഡിയാൻ പറയും. ഹണ്ടിങ്ങിന് പോണം. ശരി സാർ. നീ പറയുന്നുള്ളൂ, ഞാൻ ഓടിക്കാം. സാറേ, ഹണ്ടിങ്ങിന് പോകുമ്പോ കൊണ്ടുപോകാറുള്ള ബാസ്ക്കറ്റ് ഐറ്റംസ് ഒന്നും Shut up. സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ?
എന്റെ പെങ്ങളെ പ്രേമിക്കണം അല്ലടാ പാട്ടി. സാർ ഇനി എന്നെ തല്ലരുത്. എനിക്ക് മീര ഇഷ്ടമാണ്. മീരയ്ക്ക് എന്നെയും ഇനി നീ എന്റെ എസ്റ്റേറ്റിൽ കാലുകുത്തിയാൽ നിന്റെ ശവം പോലും കാണില്ല ബ്ലാഡി